അപ്പൊ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ആളെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, ഒരൊറ്റ ലൈൻ മതി. സിനുവിന്റെ കൂടെ എപ്പോഴും ആഡ് ചെയ്യുന്ന ഒരു വാക്കാണ് സിനു കാസർഗോഡ്. കാസർഗോഡ് 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 കബിൽത്തു ഡബിൾത്തു കബിൽത്തു കബിൽത്തു ഡബിൾത്തു. എന്നാ അതെന്തിനാ അങ്ങനെ പറയണേ? ഇനി എപ്പ 3 വരുമ്പോ ഫുൾ നെഗറ്റീവ് ഷെയ്ഡ് ആയിരിക്കും. ഞാൻ കേൾക്കുന്ന ഷോർട്സ് ഇട്ട് അഭിനയിക്കാൻ കാലി. അതിനാണോ സണ്ണി ചേച്ചീനെ നോക്കിയേ? ജാസി പക്ഷെ വേണ്ടത്ര ഹൈപ്പ് ഉണ്ടാക്കിയില്ല. ജാസിനെ കുറച്ച് പൊരിച്ചിട്ടുണ്ട്, കാരണം മായാമോഹിനി ടച്ച് ഉണ്ടായിരുന്നു. ഈ സിനുവിന്റെ കാര്യം എപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുത്താലും യൂട്യൂബ് എടുത്താലും കൂടെ വരുന്ന ഒരാളാണ് തൊപ്പി. എപ്പോൾ നോക്കിയാലും നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ, എന്താ എത്ര മാത്രം പ്രശ്നം? ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്ത് അവനാണ്, കാരണം ഏറ്റവും തരം താഴ്ന്ന രീതിയിലാണ് എന്നെ പറഞ്ഞത്. പക്ഷെ ഈ തൊപ്പീനെ വെച്ചിട്ടാണ് മെയിൻ കണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ടോക്ക് ഉണ്ട്. 2 മില്യൺ കയറിയിൽ അതിൽ ഏത് വെച്ചാൽ 90% എൻ്റെ വാപ്പാക്ക് വിളിച്ചതാണ് കയറി. ഞാൻ ഇതുവരെ ആരും തെറി വിളിച്ചില്ല. എൻ്റെ വാപ്പാക്ക് വിളിച്ചോന്ന് ഞാൻ എപ്പോഴും പറയുന്നത്, തൊപ്പീനെ വെച്ച് നീ കണ്ടന്റ് ഉണ്ടാക്കുക, കണ്ടന്റ് ഉണ്ടാക്കുക, കണ്ടന്റ് ഉണ്ടാക്കുക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ തൊപ്പി എന്ന വ്യക്തി എന്നെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും? ഐ മീൻ ഈ പാട്ടല്ലാതെ അതിലൊരു മമ്മു എന്ന വ്യക്തിയുണ്ട് ഓൻ്റെ കൂടെയുള്ള, ഓൻ്റെ വാപ്പ എന്നാണ് എന്നെ പറയുന്നത്. ഹലോ ഹായ് എവരിവൺ, വെൽക്കം ടു മൈൻഡ്സ്കേപ്പ്. ഇറ്റ്സ് മീ ശില്പ. അപ്പൊ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ആളെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, ഒരൊറ്റ ലൈൻ മതി. യൊപ്പ. യെസ്, യൊപ്പ എന്ന റാപ്പ് സോങ്ങോടെ കാസർഗോഡിന്റെ ലെവൽ മാറ്റിയ നമ്മുടെ സൂപ്പർ എനർജറ്റിക്, സൂപ്പർ അങ്ങനെ എല്ലാം കൊണ്ടും സൂപ്പറായ സിനു കാസർഗോഡ്. വെൽക്കം. നമസ്കാരം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. സുഖമായിട്ട് പോകുന്നു. സുഖല്ലേ? എനിക്ക് സുഖമായിട്ടിരിക്കുന്നു. എന്താണ് നമ്മുടെ യൊപ്പ 2ന്റെ വിശേഷങ്ങൾ? യൊപ്പാറ്റ് വിമർശനമായി ഇങ്ങനെ മുമ്പോട്ട് പോവാണ്, ഫുള്ള് ട്രോളായിട്ട് മുമ്പോട്ട് പോവാണ്. അത് പ്രതീക്ഷിച്ചും കൊണ്ട് തന്നെയല്ലേ ഇറക്കി? പിന്നെ അത് ഫസ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ, ട്രോളിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന സോങ്ങാണ് യൊപ്പ. യൊപ്പ എന്ന വാക്ക് തന്നെ ട്രോളാണ്. അപ്പോൾ പിന്നെ ട്രോളിനെ പ്രതീക്ഷിക്കാവുള്ളൂ. അപ്പോൾ ഇറങ്ങുമ്പോഴേ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നോ? ഇറക്കുന്ന തന്നെ ട്രോളിന് വേണ്ടിയിട്ടാണ്. കാരണം എല്ലാ സോങ്ങും നല്ല സോങ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ട്രോളിന് സംഭവമാണല്ലോ. കാരണം നല്ലതിന് നമുക്ക് ട്രോൾ വരില്ല, നമുക്ക് കോപ്രായം കാണിച്ചാലേ ട്രോൾ വരുള്ളൂ. ആ ഒരു തിരിച്ചറിവ് എപ്പോഴാണ് വന്നേ? അതെപ്പോഴാണ് ഇറക്കാൻ തോന്നി? അപ്പോൾ തോന്നി. നമ്മളെപ്പോഴാണ് സോങ് ഇറക്കുന്നത് എന്താ പറയുക, നമുക്ക് തോന്നൂലേ ബാഡ് കമൻറ്റ് വരണമെങ്കിൽ ബാഡായിട്ട് ചെയ്യണം, കോപ്രായം ചെയ്യണം. അപ്പോൾ ആ സമയത്ത് തോന്നിയ സംഭവമാണ് യൊപ്പ. അപ്പോൾ ആൾക്കാർ അത്രയും നെഗറ്റീവായിട്ട് നമ്മളെ കാണില്ലേ? അതിനെന്താ പ്രശ്നം? നമ്മൾ മറ്റുള്ളവർ കാര്യം എന്തിനാ നോക്കണേ? നെഗറ്റീവ് ഒരിക്കലല്ല. നമ്മൾ മറ്റുള്ളവർ പൈസ വാങ്ങി ചെയ്യുന്നതല്ല, മറ്റുള്ള ഉപദ്രവിച്ച് ചെയ്യുന്ന കാര്യമല്ല. നമ്മൾ പേഴ്സണലി നമുക്ക് പൈസ ഉണ്ട്, ഫണ്ട് ഇട്ട് ചെയ്തു, അതിപ്പോൾ ബാക്കി കാര്യം നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഫസ്റ്റ് പാർട്ടാണോ സെക്കൻഡ് പാർട്ടാണോ കുറച്ചുകൂടെ ഇഷ്ടമായി? എനിക്ക് ഫസ്റ്റ് തന്നെയാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷനാണ്. ഫസ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ പ്രൊഡക്ഷൻ കുറച്ച് കൂടി ഹെവിയാണ്. ഏകദേശം കോസ്റ്റ് എത്ര വന്നു? കോസ്റ്റ് 1 ലക്കിൻ്റെ ഉള്ളിൽ വരും. 1 ലക്കിൻ്റെ ഉള്ളിൽ വന്നു. ഇനി ഒരു 3 പാർട്ട് പ്രതീക്ഷിക്കാവോ? അതെ, നമ്മളെ സണ്ണി ചേച്ചിന്റെ ഡേറ്റ് കിട്ടിയാൽ നോക്കണം. അമ്മോ, ഇപ്പൊ സണ്ണി ചേച്ചിക്ക് പകരം ജാസി ആയിരുന്ന? ഇപ്പൊ ജാസിയായിരുന്നു. ജാസിന് ജസ്റ്റ് ഒരു 10 സെക്കൻഡേ ഉള്ളൂ, കാരണം ക്യാമി ആയിട്ട് പോകുന്നതാ. സണ്ണി ചേച്ചി അങ്ങനെയല്ല, ത്രൂ ഔട്ടാണ്. അതിനെന്താ, നമ്മള് വിചാരിച്ച നടക്കാത്ത കാര്യമൊന്നും ഇല്ല ദുനിയാവില്. ഡേറ്റ് ചോദിച്ചിട്ടുണ്ടോ സണ്ണി ചേച്ചിനോട്? ചോദിക്കാനാ പണി, അതും കിട്ടിയിട്ടില്ല. നോക്കുന്നില്ല മാത്രം. സത്യസന്ധമായിട്ട് പറഞ്ഞ് ജാസിനെ കൊടുന്നില്ലേ? ജാസി വരുന്നതിന് മുന്നേ ഒരു ഇൻട്രോ കൊടുക്കുന്നുണ്ട്, അതെന്തായിരുന്നു? ജാസി വരുമ്പോ ഐ മീൻ ടൂണിലോ? അല്ല, ടൂണിലല്ല, ഡയലോഗ് ഉണ്ടായിരുന്നു. ഡയലോഗില്ല, അത് ചരക്കെന്ന് പറഞ്ഞ കാസർഗോഡ് ഭാഷ പറഞ്ഞാല് മുഞ്ചത്തിന്നാ. ചരക്കല്ല, ചെരുക്കെന്ന് പറയും അവിടെ, ചേയാണ്. ചരക്കെന്ന് പറയുമ്പോൾ വേറെ രീതിയിൽ ഇവിടെ എന്തോ പറയുന്നുണ്ടായിരുന്നു, എനിക്കറിയത്തില്ല. ഞങ്ങളുടെ നാട്ടില് ക്യൂട്ട് ഐ മീൻ നല്ലൊരു മൊഞ്ചായിട്ട് പോകുന്നവരെ ചെരുക്ക് പോകുന്നുണ്ടാ, ചെരുക്ക് പോകുന്നുണ്ട്. ഇവിടെ പക്ഷെ കുറച്ച് നെഗറ്റീവ് മീനിങ് ആണ്. അതിപ്പോ ഇറക്കുമ്പോ എനിക്ക് മനസ്സിലായ അതിനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചായിരുന്നോ? കുറെ ആൾ ചോദിച്ചു ഈ ചരക്ക് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. ഞങ്ങളുടെ നാട്ടില് ചെരുക്ക് എന്ന് പറഞ്ഞാൽ മൊഞ്ചത്തി അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവിടെ വരുമ്പോ മറ്റേതായി, എന്താ പറയാ, ഒരു ശാഖ മാറി. അപ്പൊ വേറെ ആർക്കും കേൾപ്പിച്ചു കൊടുത്തിരുന്നില്ല ഇറക്കുന്നതിന് മുന്നേ? സോങ്ങോ?
അപ്പൊ അവരൊന്നും ഈ സജഷൻ പറഞ്ഞില്ല? ഇല്ല, കുറച്ച് ആൾക്കാർ പറഞ്ഞു. പക്ഷെ ഞാൻ കാസർഗോഡ് ഭാഷയിൽ ഇറക്കുന്നത് കൊണ്ട് അവർ വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല. കാസർഗോഡ് ഭാഷ വേറെ തന്നെയല്ലേ, മലയാളം അല്ലല്ലോ. മലയാളത്തിന്റെ താഴെയുള്ള ഒരു ഭാഷയാണ്, പുതിയ ഭാഷയാണ്. ഈ സിനുവിന്റെ കൂടെ എപ്പോഴും ആഡ് ചെയ്യുന്ന ഒരു വാക്കാണ് സിനു കാസർഗോഡ്. കാസർഗോഡ് 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 എന്നാ അതെന്തിനാ അങ്ങനെ പറയണേ? അത് കാസർഗോഡ് ഷോർട്ടാണ് കാസർഗോഡ്. അല്ല, അത് പേരിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് എനിക്ക് എന്റെ നാട്ടിൽ ഇഷ്ടമായോണ്ടാ. എന്റെ നാട്ടുകാർക്ക് എന്നെ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് നാട്ടുകാരല്ല ഇഷ്ടം, എനിക്ക് എന്റെ നാടിനോടാണ് ഇഷ്ടം. മനസ്സിലായോ? അതുകൊണ്ട് എന്റെ പേരിൽ എന്റെ നാടിന്റെ പേരും. നാട്ടുകാരെ ഇഷ്ടമല്ലെങ്കിലും നാട് ഇഷ്ടമാണ്. ആ നാട് ഇഷ്ടമാണ്. ജനിച്ച നാടായിരിക്കും ഇഷ്ടമില്ലാത്തല്ലേ. ശരിക്കും പേരെന്താ? ശരിക്കും പേര് അജ്മൽ സിനാൻ. വ്യത്യാസം ഉണ്ടല്ലോ കുറേ. ഉണ്ട്. ആ പേരിലോട്ട് ഒരു മടക്കില്ലേ? മടക്കുണ്ട്, കോപ്രായ കുറച്ച് നിർത്തുമ്പോൾ മടക്കി വരും. ഓ, അത് സിനു കാസർഗോഡ് ആയിരിക്കും ഇങ്ങനെ മാത്രം. സിനു കാസർഗോഡ് എന്ന് വെച്ചാൽ ഫണ്ണി ക്യാരക്ടറാണ്. കാരണം ഓപ്പൺ മൈൻഡിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു എന്റർടൈൻമെന്റ്, അതിൽ സ്റ്റാൻഡേർഡ് പിടിക്കാൻ പറ്റൂല. അജ്മൽ സിനാൻ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഇങ്ങനെ നിൽക്കണം. എനിക്ക് മസിൽ പിടിച്ച് നിൽക്കാൻ പറ്റൂല, അറിയത്തില്ല. കാരണം ഞാൻ എല്ലാവരോടും എൻജോയ് ആയിട്ട് ചിരിച്ച് സംസാരിക്കുന്നതാണ്. മസിൽ പിടിക്കാൻ എന്നോട് പറ്റൂല. ഞാൻ അങ്ങനെയാണ് വളർന്നത്, എന്നെ അങ്ങനെ വളർത്തിയത്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ ഒരു ബ്രദർ ഉണ്ട്, ഉപ്പ ഉമ്മ. ആലോചിക്കുന്ന ഉപ്പ ഉമ്മ. വീട്ടിൽ ഉപ്പച്ചില്ല, അതുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചത് പറയണോ, പുറത്താണ് വാപ്പച്ചി. യൊപ്പ അതും തന്നെ തുടങ്ങാം. അതിന്റെ ലൈനും ഇൻട്രോയും ഒക്കെ കൂടെ ഒന്ന് പറഞ്ഞേ, പാടിക്കേ. ഏതാണ് ഫസ്റ്റ് പിന്നെ സെക്കൻഡ്? ഫസ്റ്റ് പാട്ട് വേണോ? പാട്ട് പാടണോ? പാട്, രണ്ട് ലൈൻ. എന്തിനാ, ചുമ്മാ പാട്. അതിലിപ്പോ പാട്, ഞാൻ ഡെയിലോഗ് പറയാം. ഓക്കെ. അതിൽ നമ്മളെ ഔക്കർച്ചാൻ്റെ ഒരു മോൾ, ഔക്കർച്ച പറഞ്ഞ മനസ്സിലായോ? ഒരു വ്യക്തിയുടെ പേര് വിളിക്കുന്ന ഔക്കർ എന്നാണ് മൂപ്പറ പേര്. അവിടെ ചാ കൂട്ടും കാസർഗോഡ്. ഇവിടെ എന്താ കൊച്ചിയിൽ എന്താ കൂട്ടാ? ബ്രോ എന്നല്ലേ. അവിടെ ഇക്കാന്റെ പകരം ഇച്ചാന്ന് കൂട്ടും. അപ്പൊ ഔക്കർച്ച ആ മൂപ്പറ പേരാണ്. ആ വ്യക്തിയുടെ മകളാണ് ഈ ഔക്കർച്ചാന്റെ മോൾ എന്ന് പറയുന്ന ആ വ്യക്തി, പാത്തു. അപ്പൊ അങ്ങനെ വാക്ക് കൊണ്ടുവന്നതാണ്. എന്താ ഔക്കർച്ചാൻ്റെ മോള് പാത്തു അല്ലത്, എന്ത് ചേലോളെ കാണാൻ യൊപ്പ നോക്കറ, അതാണ് ഡയലോഗ്. കാരണം യൊപ്പ നോക്കറ മൊഞ്ച് കണ്ടിട്ട് നോക്കാന്ന് പറഞ്ഞത് ഒരു വാക്കാണത്. അതുകൊണ്ട് ഇതിൽ കൊണ്ടുവന്നത്. സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ സെക്കൻഡ് പാർട്ട് ബച്ചർക്ക് ജാസിൻ്റെതാണ്. അതിൽ ഔക്കർച്ചാൻ മോൾക്ക് വലിയ സംഭവമായിട്ടുണ്ടായില്ല, പക്ഷെ ഔക്കർച്ചാൻ മോള് ത്രൂ ഔട്ട് വേഷമായോണ്ട് കൊണ്ടുവന്നതാണ്. കാരണം ഗസ്റ്റ് ജാസിയായിരുന്നു. ജാസി പക്ഷെ വേണ്ടത്ര ഹൈപ്പ് ഉണ്ടാക്കിയില്ല. ജാസി ഹൈപ്പ് വെച്ചാൽ ജാസി ഓൾറെഡി ഹൈപ്പിൽ ഉള്ളതാണ്. പിന്നെ എൻ്റെ വർക്കിൽ ആരും പ്രതീക്ഷിച്ചില്ല. എൻ്റെ വർക്കിൽ ചെറുക്കെന്ന് പറയുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ വലിയ ആരെങ്കിലും നല്ല ഐശ്വര്യരായ പോലത്തെ ഏതെങ്കിലും ഒരു മൊഞ്ചത്തി വരുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ജാസിനെ ചില ആൾക്ക് ഇഷ്ടമാണ്. എനിക്കിപ്പോൾ ഹ്യൂമൻ ബീങ് നോക്കുമ്പോൾ ഒരു മനുഷ്യനാണ്, നമ്മൾ അവരുടെ പേഴ്സണൽ ലൈഫ് നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് താല്പര്യം. ഞാൻ ജാസിനോട് ചോദിച്ചു വർക്കിൽ വരുന്നു, ജാസി ഓക്കെ എന്ന് പറഞ്ഞു. 10 സെക്കൻഡ് 15 സെക്കൻഡ് കൊണ്ടോട് വന്നു, ചെയ്തു, അവിടെ പോയി. ഓക്കെ, എനിക്കത് ഇഷ്ടമായി. ഒരു ജാടവും പിടിച്ചിട്ടില്ല. അവൾ എന്നോട് ചോദിച്ചില്ല എന്താ വേഷം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ക്യാമറ റൂമിൽ ജസ്റ്റ് വാക്കിങ്ങേ ഉള്ളൂ, ഡെയിലി വരുമ്പോൾ നടന്ന് പോകണം, അത്രേ ഉള്ളൂ. ഓക്കെ. ഈ സിനുവിന്റെ കാര്യം എപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുത്താലും യൂട്യൂബ് എടുത്താലും കൂടെ വരുന്ന ഒരാളാണ് തൊപ്പി. എപ്പോൾ നോക്കിയാലും നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ, എന്താ എത്ര മാത്രം പ്രശ്നം? അത് നമ്മൾ സ്നേഹം കൂടുന്ന കലമ്പെന്ന് പറയുന്നില്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടാവും, നിങ്ങൾ തമ്മിൽ അടി കൊടുക്കും. അതിന് തൊപ്പി നിന്റെ ബോയ് ഫ്രണ്ട് ആണോ? ബോയ് ഫ്രണ്ട് അല്ല, അടി കൊടുക്കൂലേ. അതെന്തുകൊണ്ടാ? സ്നേഹം കൊണ്ടാ. അപ്പൊ എന്നെ ഭയങ്കര സ്നേഹം മൂപ്പർക്ക്, തൊപ്പിക്ക്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അത് നിങ്ങളെ അത് ഒരു പൊതുവികാരല്ലേ നിങ്ങളെ തോന്നാത്തത്? അത് തോന്നണം. പരസ്പരം ഫൈറ്റ് കൂടുമ്പോഴാണ് അവിടെ സ്നേഹം ഒന്നും കൂടുള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനും പറയാറുണ്ട് ഓനെ, ഞാൻ റിട്ടേൺ പറയാറുണ്ട്, ഓന് എന്നെ തിരിച്ച് പറയാറുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഒപ്പം ഇറങ്ങിയ ശേഷം ഓന് കുറ്റം പറഞ്ഞില്ല അത്ര ഇല്ല. കാരണം ഒരു പ്രൊട്ടക്ഷൻ കണ്ടിട്ട് നമുക്ക് ഇഷ്ടമായി. പാട്ടിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല, അതിന്റെ തട്ട് താഴെ തന്നെ ഉള്ളേ. പാട്ടിന് അത്ര വലിയ സംഭവം പറഞ്ഞില്ല. പക്ഷെ ഈ തൊപ്പീനെ വെച്ചിട്ടാണ് മെയിൻ കണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ടോക്ക് ഉണ്ട്. ഞാനോ? അത് എന്നെ ചൊറഞ്ഞാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് മാന്തുന്നുള്ളൂ. ഐ മീൻ എന്നെ പറ്റി വീഡിയോസ് കുറവാണ് കാണുന്നത്. വീഡിയോസ് കുറവല്ലേ? പക്ഷെ സിനുവിന്റെ റിയാക്ഷൻസ് കുറെ കാണുന്നുണ്ടോ? അത് എനിക്ക് അങ്ങനെ ചൊറഞ്ഞോണ്ടിരിക്കുന്ന സ്വഭാവം ഉണ്ട്. അതാണ് അവൻ ഒരു ഡയലോഗ് പറഞ്ഞാൽ നീ അതിപ്പോ പണ്ട് ഒരു ഇതല്ലേ, നമ്മള് 10 അടിച്ചാൽ ഒരടി തിരിച്ചു കൊടുക്കുന്ന പറയാം. പക്ഷെ ഞാൻ നേരെ തിരിച്ചാ, ഒരടി തന്നാൽ 10 കൊടുക്കും. ഓക്കെ. ഈ തൊപ്പി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവൻ പിള്ളേർക്കൊക്കെ പൈസ കൊടുത്തിട്ട് പിള്ളേരെ കൊണ്ടൊക്കെ എന്നെ ഓരോന്ന് പറയിപ്പിക്കുകയാണെന്ന്. അതിന്റെ സത്യാവസ്ഥ എന്താ? ഞാൻ ചായ കുടിക്കാൻ പോയതാ ഒരു റോഡ് സൈഡ്.
അപ്പോൾ ആ സമയത്ത് എൻ്റെ യൗപ്പ് ഇറങ്ങിയ സമയം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു തൊപ്പിനെ നീ വലിയ സംഭവം ആക്കണ്ട, ഞങ്ങൾ ഓൻ്റെ ഫാൻസ് ഒന്നുമല്ല, ഞങ്ങൾക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ആര് കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ ഞാൻ മൊബൈൽ വീഡിയോ ക്യാമറ എടുക്കും നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അതേപോലെ പറഞ്ഞു. ഞാൻ അത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു. അത്ര ഞാൻ ചെയ്ത തെറ്റ്. അതങ്ങനെ കയറി 2 മില്യൺ കയറി. അത് 2 മില്യൺ കയറിയില്ല. അതിൽ ഏത് വെച്ചാൽ 90% എൻ്റെ വാപ്പാക്ക് വിളിച്ചതാ തെറി. കാരണം തൊപ്പിക്ക് ഫാൻസ് ബേസ് കൂടുതലാണ് എനിക്ക്. പക്ഷെ ഞാൻ സഹിച്ച് കേട്ടു, ഞാൻ റിപ്ലൈ കൊടുക്കാറില്ലല്ലോ. തെറി കൊടുക്കൂല ഞാൻ. ഇതുവരെ ആരും തെറി വിളിച്ചില്ല. എന്റെ വാപ്പാക്ക് വിളിച്ചോനെ ഞാൻ എപ്പം പറയുന്നത് താങ്ക് യു. കാരണം അത് അവരും പഠിച്ചോ തീർക്കട്ടെ. നമ്മൾ ഒരിക്കലും എന്താ പറയാ തെറി പറയാൻ പാടില്ല. വാപ്പാക്കും വിളിക്കാനും പാടില്ല. കാരണം നമ്മളും വാപ്പ ഉമ്മ ആണ്ടതാണ്, അച്ഛനും അമ്മ ആണ്ടതാണ് അല്ലേ. അതുകൊണ്ട് ആ ഒരു റെസ്പെക്ട് എനിക്കുണ്ട്. അപ്പൊ തൊപ്പീനെ പേഴ്സണലി കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോ എന്താ പറയാ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിന്റെ അടുക്ക് പറഞ്ഞതാണ്, എന്നോട് എന്തൊക്കെ ചോദിക്കുന്നത് ഞാൻ ലവ് യു തൊപ്പി എന്നേ പറയുന്നു പറഞ്ഞു. ഞാൻ എപ്പോഴും ലവ് യു തൊപ്പി പറയാറുണ്ട്. പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഫൈറ്റ് പോലെ തോന്നുള്ളൂ. ആസ് എ പേഴ്സണലി എപ്പോഴും ഫ്രണ്ട്ഷിപ്പ്. പേഴ്സണൽ കോണ്ടാക്ട് ഉണ്ടോ? ഞാൻ ഇതുവരെ കോണ്ടാക്ട് ആക്കിയിട്ടില്ല. ലൈവിലോട്ട് വിളിച്ചിട്ടുണ്ടോ? ലൈവിലോട്ട് വിളിച്ചിരുന്നു. അതപ്പോ എങ്ങനെ? അത് ആ സ്ട്രീമിന്റെ സമയത്ത് ചുമ്മാ ലൈവിൽ കൊണ്ടുവന്നാലോ. പക്ഷെ ഓൻ്റെ തൊപ്പി എൻ്റെ കൂടെ ഒരു മമ്മു ഇല്ലേ, ഓൻ എന്നോട് കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ ആ സമയത്ത് വരാൻ പറഞ്ഞിരുന്നു. ഞാൻ പോയിട്ടില്ല. അത് കാരണം പോയില്ല. ഇനി വിളിച്ചാ പോവും? ഓനെ അങ്ങനെ വിളിക്കൂല. അതെന്താ അത്രയും കോൺഫിഡൻസ്? ഓനെ വിളിക്കൂല. ഓനക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി ദേഷ്യം ഉണ്ടാവും എന്നോട്. അതുകൊണ്ട് വിളിക്കൂല. വിളിച്ചാ പോകുന്നില്ല, അങ്ങനൊന്നുമില്ല. ചിലപ്പോ പോകും, ചിലപ്പോ ആ മൈൻഡ് പോലെ. തൊപ്പീനപ്പൊ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നുണ്ടോ? ഞാൻ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല. വീഡിയോസ് കാണാറുണ്ട്, സ്ട്രീമിങ് കാണാറുണ്ട്. ഫോളോ ചെയ്തിട്ടില്ല. കാരണം ഈ ചാറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോളോ ചെയ്തിട്ടില്ല, തിരിച്ചും ഫോളോ ചെയ്തിട്ടില്ല. പക്ഷെ ബാക്കിയൊക്കെ കമന്റ്സും കാര്യമൊക്കെ ഇടും. കമന്റ് എന്തായാലും നോക്കും. അവന്റെ അക്കൗണ്ടിൽ പോയി കമന്റ് ഇടും. ഇടും. എന്താ ഇടാറ്? നല്ല കമന്റ് ആണ്. നല്ല കമന്റ് തന്നെ. വല്ല ഇമോജി ഇട്ട് കളിയാക്കുന്നില്ല, കളിയും ഇമോജി ഇട്ട് കളിയും കളിയാക്കുന്നില്ല. അത് കാസർഗോഡ് ഭാഷ കയറിയതാ. അപ്പൊ തൊപ്പിയായിട്ട് പ്രശ്നമൊന്നുമില്ല. ഞങ്ങളുടെ പ്രശ്നമാണ്, നിങ്ങളെ പ്രശ്നമാണ്, നിങ്ങളെ കാഴ്ചപ്പാടിന്റെ പ്രശ്നം. പുതിയ വീഡിയോക്ക് ഇപ്പൊ എപ്പോ 2 വന്നപ്പോ തൊപ്പി റിയാക്ട് ചെയ്യുന്നു പ്രതീക്ഷിച്ചിരുന്നു? ഉറപ്പായിട്ടും. കാരണം അവന് ഓൾറെഡി അതിൽ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്ത അവനാണ്. കാരണം ഏറ്റവും തരം താഴ്ന്ന രീതിയിലാണ് എന്നെ പറഞ്ഞത്. അന്ന് എന്നെ എന്താ പറയാ, എന്റെ സൗണ്ട് അണ്ണാന്റെ സൗണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും രണ്ടാമത്തെ പ്രതീക്ഷ അവൻ എന്താ വിചാരിക്കുക, നല്ല സംഭവമായിട്ട് ഇറക്കിയിട്ടുണ്ടാവും. കാരണം ആ ദേഷ്യത്തിൽ. പക്ഷെ രണ്ടാമത്തെ ഞാൻ അതിനേക്കാൾ കോപ്പറാക്കി. ഞാൻ കോസ്റ്റ്യൂമും എന്താ പറയാ വണ്ടി മാത്രമേ റിച്ച് ആക്കിയിട്ടുള്ളൂ. പാട്ട് അതിനേക്കാൾ കോപ്പറാക്കി. ഒന്നും കൂടി നല്ലോണം പറയാം. പക്ഷെ അവൻ പറഞ്ഞിട്ടില്ല. അവനും പ്രതീക്ഷിച്ചത്ര പറഞ്ഞില്ല. ഇല്ല, ഞാൻ പ്രതീക്ഷിച്ച പോലെ അവൻ പറഞ്ഞിട്ടില്ല. നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ പാട്ടിനെ മാത്രമേ അവൻ താത്തി പറഞ്ഞു, ബാക്കിയൊക്കെ നല്ല സെറ്റാന്നാ പറഞ്ഞു. അപ്പൊ സങ്കടായോ? പിന്നെ അതിന്റെ സങ്കടമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ എന്താ അറിയോ, അതില് ഫസ്റ്റില് ഞാൻ കോസ്റ്റ്യൂം ഇത്തിരി ഉഡായ്പ കോസ്റ്റ്യൂം ആക്കി. എന്തൊക്കെ ഈ കുട്ടികളെ സ്പൈഡർമാനും അങ്ങനെയൊക്കെ ആയിട്ട്, അതുപോലെ വല വെച്ചിട്ടുള്ള കോസ്റ്റ്യൂമാണ്. രണ്ടാമത്തേൽ അങ്ങനെയല്ല, നല്ല സൂട്ടൊക്കെ ചെയ്ത. പിന്നെ ഇതൊരു കോസ്റ്റ്യൂമാണ്. ഇത് ഡയലോഗ് ജാസി വരുന്നുണ്ട് ആ സമയത്ത് കോസ്റ്റ്യൂമാണ്. അപ്പൊ ഈ കോസ്റ്റ്യൂമിൽ ഒന്നും പറയാനില്ല. പിന്നെ സൗണ്ടിൽ പിന്നെ എന്തായാലും പറയും. പിന്നെ വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ തൊപ്പി പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, ഫസ്റ്റ് ടൈം അണ്ണാൻകുഞ്ഞിന്റെ സൗണ്ട് ആണെന്നോ? അത് കേട്ടപ്പോ എന്താ തോന്നിയേ? അതൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഓക്ക് അണ്ണാന് ഭയങ്കര ഇഷ്ടാ, അതുകൊണ്ട് എന്റെ സൗണ്ടും മൂപ്പർ സൗണ്ടും ഒരേപോലെ തോന്നിയിട്ടുണ്ടാവും. അല്ലാതെ പ്രതികരണം? ഞാൻ ഇതുവരെ അണ്ണാന്റെ സൗണ്ട് കേട്ടു. ഇങ്ങനെ കേട്ടിരുന്നോ? അണ്ണാന്റെ സൗണ്ട് അതെന്നെ പറഞ്ഞ. ഈ അണ്ണാന്റെ സൗണ്ട് എങ്ങനെയാ? അത് പിന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ പിന്നെ എങ്ങനെ നിങ്ങൾ വിശ്വസിച്ചേ? ഇല്ല, ഞാൻ ചോദിച്ചല്ലേ, നീയല്ലേ ഇപ്പൊ എന്നോട് അണ്ണാൻ കുഞ്ഞിന്റെ സൗണ്ടാന്ന് പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. ഈ അണ്ണന്റെ സൗണ്ട് നിങ്ങൾ കേട്ടോ? അണ്ണാന്റെ സൗണ്ട് ഞാൻ കേട്ടില്ല. ഞാൻ അതേ കേട്ടിട്ടുള്ളൂ. അതാണ് ഞാൻ അതിൽ പാടിയേ. അത് തൊപ്പിയോട് എന്താ ചോദിക്കാതിരുന്നേ? അതാ പറ. ഈ ദിമാക്ക് എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ, എന്താ പറയാ, അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ തൊപ്പിയുടെ തലക്കകത്തൊന്നും ചെലവുണ്ടാവില്ല, എടുക്കിടക്ക് ഉണ്ടാവില്ല. ഓനെ ഞാൻ ശരിക്കും പറയട്ടെ, ആസ് എ പേഴ്സണലി നല്ലൊരു ചെക്കനാണ്. പഴയ കാലം നോക്കുമ്പോക്ക് ആർക്കും ഇഷ്ടപ്പെടൂല, കാരണം കണ്ടിട്ടുണ്ടാവും വീഡിയോസ് ഒക്കെ. പക്ഷെ ഓൻ്റെ ആ സമയത്ത് സിറ്റുവേഷൻ കാരണം ഓൻ അങ്ങനെ ചെയ്തതാ. പക്ഷെ ഓരോ ഘട്ടം കഴിയുമ്പോൾ ഓൻ മാറിക്കൊണ്ട് വന്ന് നല്ല സ്റ്റാൻഡേർഡായി നല്ല രീതിയിൽ ഇപ്പോൾ പോകുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. അതിപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ചിലപ്പോൾ പാസ്റ്റിൽ ചില പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ ഇപ്പം പ്രസൻറ്റിൽ അങ്ങനെ തന്നെയാണ്, കോപ്പറ തന്നെയാണ്.
അത് ഞാനും എന്താ പറയുക സമ്മതിച്ച് തരുന്നുണ്ട്. പക്ഷെ എൻ്റെ പേഴ്സണൽ ഐ മീൻ ക്യാമറ ഓണാക്കി മാത്രമേ ഞാൻ അങ്ങനെ ഉള്ളൂ. ലൈഫ് അങ്ങനെ ഇല്ല ഞാൻ. അത് എന്നെ അറിയുന്നവർക്കേ മനസ്സിലാവുള്ളൂ. മനസ്സിലായി. അത് തന്നെയാണ് തൊപ്പിയും. ഓക്കെ. അത് ക്യാമറ മുമ്പിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറൊരു പേഴ്സൺ ആയിരിക്കും. ഉറപ്പാണ്. താങ്കളും അങ്ങനെ തന്നെയാണ്. കോസ്റ്റ്യൂമിന്റെ കാര്യം പറഞ്ഞല്ലോ. കോസ്റ്റ്യൂം ആരുടെ സെലക്ഷൻ ആയിരുന്നു? കോസ്റ്റ്യൂം ഡിസൈനറും കാര്യങ്ങളൊക്കെ കോസ്റ്റ്യൂം മൊത്തം ഞാൻ തന്നെയാണ് സ്വന്തം ചെയ്യാൻ. പക്ഷേ ഈ സംഭവം ഇപ്പോഴത്തെ ചെയ്തത് നമ്മളത് പെരിന്തൽമണ്ണത്തെ ടീമാണ്, ഖലീഫ് എന്ന് പറഞ്ഞിട്ട്. ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയൊക്കെ യോപ്പാൻ്റെ ക്രിയേഷൻ വേണം, കാര്യമൊക്കെ വേണം. പിന്നെ കുറച്ച് ഡിസൈൻസ് കാണിച്ചു കൊടുത്തു. ഒരു 3 ദിവസം കൊണ്ട് 2 കോസ്റ്റ്യൂം കൊണ്ട് ഞങ്ങൾക്ക് തന്നു. 3 ദിവസം കൊണ്ടാണ് തന്നു. പിന്നെ കൊളാബാണ്. ഐ മീൻ എന്താ പറയുക, എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു. പറഞ്ഞു അടുത്ത വർക്ക് നമ്മൾ ചെയ്തു തരാം, നീ നമ്മളെ കൂടെ നിന്നാൽ മതി പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഓൺ ദ സ്പോട്ടിൽ ഇടന്ന് പറഞ്ഞു. നേരെ പെരിന്തൽമണ്ണ പോയി കോസ്റ്റ്യൂം മെഷർമെൻ്റ് എടുത്തു, സംഭവം കൊടുത്തു. 3 ദിവസം കൊണ്ട് ഡ്രസ്സ് കിട്ടി. അത് അവർക്കുള്ള റെഡിറ്റാണ് അവർ ചെയ്തുകൊണ്ട്. കോസ്റ്റ്യൂം നന്നായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു തീം എവിടുന്നാ കിട്ടി, ഇങ്ങനെ ആയിരിക്കണം പ്രൊഡക്ഷൻ സൈഡ് എന്നുള്ളത്? കോസ്റ്റ്യൂം ആയാലും പിന്നെ കുറെ വണ്ടി അങ്ങനെ ഒരു സെറ്റപ്പ് അല്ലേ പ്ലാൻ ചെയ്തിട്ടുണ്ട്? വണ്ടിയും വീടും ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടായതാ ഓൾറെഡി. അപ്പോൾ ഞാൻ സെക്കൻഡ് പാർട്ടിൽ എൻ്റെ വീടാണെന്ന് അറിയണം. അപ്പോൾ അതിൽ ആ ഒരു എന്താ കണ്ടിന്യൂറ്റി കൊണ്ടുവന്നതാണ്. പിന്നെ കോസ്റ്റ്യൂം കുറച്ച് എന്താ പറയുക നല്ല രീതിയിൽ ചെയ്താൽ ആൾക്കാർ നല്ലത് പറയുമെന്ന് തോന്നി. അതുകൊണ്ട് എന്താ പറയുക വൃത്തിയിൽ ചെയ്തു, കോപ്രായം ചെയ്തിട്ടില്ല. പക്ഷേ വൃത്തി ചെയ്തിട്ട് കാര്യമില്ല, ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല, പറയുന്നില്ല, കുറ്റം കുറവ് പറയുന്നില്ല. എനിക്ക് വേണ്ടത് കുറ്റം കുറവാ. അപ്പൊ ഇനി എപ്പ 3 വരുമ്പോ ഫുൾ നെഗറ്റീവ് ഷെയ്ഡ് ആയിരിക്കും. ഞാൻ കേൾക്കുന്ന ഷോർട്സ് ഇട്ട് അഭിനയിക്കാന്ന് കാലി. അതിനാണോ സണ്ണി ചേച്ചിനെ നോക്കിയേ? അല്ല, സണ്ണി ചേച്ചിയല്ലേ വീട്ടിൽ നിന്ന് പുറത്താക്കും ഇങ്ങനെ കൊണ്ടുവന്നത്. സണ്ണി ചേച്ചി എൻ്റെ കൂടെ അഭിനയിക്കുമെന്നാണ് ഇപ്പോൾ ഡൗട്ട്. സണ്ണി ചേച്ചി അല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ? നെക്സ്റ്റോ അത് കുറച്ച് കൂടി പോകും. വേണ്ട, പറ കേക്കട്ടെ. ആ ടൈപ്പിൽ ആരെങ്കിലും നോക്കണ്ടേ? ഓക്കെ. പണ്ടത്തെ പാത്തുമായിട്ട് അഭിനയിച്ച ഹീറോയിന്റെ പേരെന്തായിരുന്നു? അവളുടെ പേര് അസിമോൾ. അസിമോള്. ഓക്കെ. അസിമോൾക്ക് ഇതിൽ അഭിനയിച്ചതിന് ശേഷം എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് കിട്ടിയോ? ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അവളെ തന്നെയാണ്. അവൾക്ക് ഓൾറെഡി ഉള്ളതാണ്. കാരണം അവളെ ലൈഫ് വെച്ചാൽ അങ്ങനെയാണ്. കാരണം അവള് പണിയെടുത്തിട്ട് വേണം അവൾ വീട്ടിലേക്ക് കുറച്ച് സാരിയൊക്കെ കിട്ടണമെങ്കിൽ. കഷ്ടപ്പാടുണ്ട്, അതാർക്കും അറിയില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ തെറി അവൾക്ക് തന്നെ കിട്ടിയത്. പെണ്ണായിട്ടും അവൾക്ക് നല്ല തെറി കിട്ടിയത്. പാവം. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ അവളുണ്ടെന്ന് അവൾ വിചാരിച്ചിട്ടില്ല. പിന്നെ എനിക്ക് കണ്ടിന്യൂറ്റി വേണമല്ലോ. ഔക്കർച്ചാൻ്റെ മോളുന്ന സംഭവം ഒരു ക്യാരക്ടറാണ്, അത് വേണം, 3ാമത്തേൽ കൊണ്ടുവരണം. ഇല്ല കണ്ടിന്യൂറ്റി കിട്ടൂല, അത് അവൾക്ക് അറിയുന്നുണ്ടായിട്ടില്ല. ശരിക്കും ഇത് 2 മാത്രമേ കോപ്പറായി ഉള്ളൂ. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും. തേർഡ് പാർട്ടിൽ അങ്ങനെ ഒന്നും വരൂല. യഥാർത്ഥ സംഭവം എന്താണെന്ന് അറിയും. ട്വിസ്റ്റ് ഉണ്ട്. ഈ പാത്തുന്ന സംഭവം ആർക്കും അറിയില്ല. ചുമ്മാ ഉക്കർച്ചാൻ്റെ മോള് പാത്തു, അത്രേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സംഭവം ഉണ്ട്. എത്ര എപ്പിസോഡ് വരെ പോകും? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇത് എന്താ പറയാ കരിക്കൊക്കെ നോക്കില്ലേ, എത്ര എപ്പിസോഡ് നോക്കി നിങ്ങള്? കൊറേ ഉണ്ട്. നിങ്ങൾ ചോദിച്ചോ എന്താ ഇത്ര എപ്പിസോഡ് ഇറക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. നമുക്ക് വെബ് സീരീസ് തുടങ്ങാൻ ഫണ്ടില്ലാന്ന് വിചാരിച്ചാൽ മതി. അതുകൊണ്ട് റാപ്പ്, കാരണം വെറൈറ്റി വേണ്ടേ. റാപ്പ് ആരും സെക്കൻഡ് പോർഷൻ ഒന്നും ഇറക്കാറില്ലല്ലോ, ഞാൻ ഇറക്കാം. ഇനി ഇതിന് വന്ന കുറച്ച് അടിപൊളി കമന്റ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയോ? അടിപൊളി മീൻസ് അതിൽ താഴെ വന്ന കമന്റ് ആണ്, ഞാൻ വായിക്കാം. എന്താണ് പറയാനുള്ളതെന്ന് പറയും. കമന്റ് ആട്ടോ, എന്നോടൊന്നും തോന്നരുതെന്ന്. സത്യം പറയാം, നിങ്ങളുടെ കയ്യിൽ പണമുണ്ട് പക്ഷെ കഴിവില്ല, വിട്ടുപിടി. അതാണ് ഫസ്റ്റത്തെ. സത്യം പറയാം, നിങ്ങളുടെ കയ്യിൽ പണമുണ്ട് പക്ഷെ കഴിവില്ല, വിട്ടുപിടി. എന്താ പറയാനുള്ളത്? എന്താ പറയാ, ഒന്നും പറയാനില്ല. അത് അവർക്ക് തോന്നി അവർ പറഞ്ഞു. ഈ കമന്റിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ടോ? ഇല്ല, നോക്കി ലൈക്ക് ഇടും. ലൈക്ക് ഒക്കെ കൊടുക്കൂല്ലേ? അത് അവർക്ക് കാണുന്നുണ്ടാവും നോട്ടിഫിക്കേഷൻ. ഇവൻ എന്താ ഓളില്ലാത്തതെന്ന് കഴിക്കും. അൺലൈക്കല്ല, ലൈക്കാ കൊടുക്കാറ്. മിടുക്കൻ. രണ്ടാമത്തെ, കഴിവില്ല എന്ന് കരുതി കഴിവേറിയാവരുത്. അത് കണ്ടായിരുന്നോ? അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? കഴിവേറിയ പോലെ തോന്നുന്നുണ്ടോ? കഴിവേറിയ പോലെയാണോ? കഴിവ് കൂടുതലുണ്ടോട്ടല്ലേ ഇങ്ങനെ വരുന്നത്. അപ്പൊ ആ കമന്റിനെ അങ്ങനെ എടുത്തേ. ശരിക്കും പറഞ്ഞാൽ ആയിട്ടില്ല ബ്രോ, ഇനിയും കഴിവ് വരാനുള്ളതാണ്. കമന്റിന് റിപ്ലൈ കൊടുക്കാനുള്ള അവസരമാണ് ഇപ്പൊ ഞാൻ തന്നേക്കുന്നത്. എല്ലാറ്റിനുള്ള ഉത്തരം ഇപ്പൊ പറയാം. നെക്സ്റ്റ്, ബഹിരാകാശത്തിലേക്കുള്ള യാത്ര. അത് ഓൾറെഡി പോയതാ. ഫസ്റ്റ് പാർട്ടിൽ പോയത്. അത് താന്നിട്ടില്ല. എപ്പോഴാ താഴെ ഇറക്കും? എപ്പിസോഡ് എപ്പോ തീർന്നു? അതല്ലേ പറഞ്ഞ എപ്പിസോഡ് തീരൂല. എന്തിനാ 6 months ബഹിരാകാശത്ത് തന്നെ സ്റ്റേ ചെയ്യാനാ താല്പര്യം, വിട്ടൊരു കളിയില്ല. അല്ല, ഇതിങ്ങനെ പറഞ്ഞല്ലോ ഓൾറെഡി എയറിലാണ് എന്ന്. അത് മനസ്സിലാവാൻ തുടങ്ങിയത് എപ്പോഴാ? കമന്റ് ബോക്സ് കണ്ടപ്പോഴാണോ അതോ പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും ചോദിച്ചാ?
പുറത്തിറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കും. എന്താ കാരണം ഈ യൗപ്പാന്ന് വേർഡ് ചില ആൾക്കാർ ഇത് ഉപ്പാന്നാ, ഫാദർന്നാ, ഉപ്പ ഉപ്പാന്നാ. അത് യൗപ്പാന്ന് പറഞ്ഞത് എന്താ പറയാ, ഈ നമ്മളെ സെറ്റ് എന്ന് പറയില്ലേ, വൈബ്. ഇവരുടെ ഭാഷയിൽ എന്താ പറയാ, സൂപ്പർ. നമ്മൾ ഫുഡ് തിന്നാൻ എന്താ പറയാറ്, നല്ലത് ടേസ്റ്റ് എന്താ പറയാ, അടിപൊളി. അടിപൊളി. അവിടെ ഒരു ഭാഷയാണ്, കാസർഗോഡത്തെ ഭാഷയാണ് യൗപ്പ എന്ന് പറഞ്ഞാൽ. ഉഷാറുണ്ട് അത്രേ ഉള്ളൂ. ചില ആൾക്കാർ വേഗം ഉപ്പാന്നാ, ഫാദർ നെയിം എന്നാ വിചാരം. ചില ആൾക്കാർ വേഗം എൻ്റെ പേരെന്നാ. കാരണം ഇപ്പൊ എന്നെ അറിയുന്നത് സിന്നു എന്നല്ല, എന്നെ എല്ലാവരും അറിയില്ല യൗപ്പാന്നാ, യൗപ്പ. ചില ആൾക്കാർ ആക്കി പറയുന്നുണ്ടാവും എപ്പ വന്നിട്ടാന്ന്, ആ യൗപ്പയിൽ ഉപ്പ ഉണ്ടാവും, മനസ്സിലായാ, ഫാദറിന്റെ ടച്ച് ഉണ്ടാവും. നമ്മൾ മെയിൻ ചെയ്യുന്ന ഇതില് കേട്ട ഇതിൽ വിടാ. അതില് ഇങ്ങനെ നേരിട്ടിട്ട് വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരിക്കലും പറയില്ലല്ലോ, പറഞ്ഞിട്ടില്ല. നേരിട്ട് വന്നിട്ട് ആരും ഒന്നും കുറ്റൊന്നും പറഞ്ഞില്ല. മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടോ? മെസ്സേജ് എപ്പോഴും ഡെയിലി 10 വാപ്പാനൊക്കെ വെക്കാണ്ട് ഉറക്കം വരില്ലേ, ഡെയിലി ഉണ്ടാവും. തിരിച്ചൊന്നും പറയണില്ല. തിരിച്ച് പറഞ്ഞ ഏതെങ്കിലും കമന്റ് കണ്ടിരുന്നോ? ഇല്ല, കുറവാ. വീഡിയോ കണ്ടിരുന്നോ? എന്തോ കണ്ടു ഏതൊരു കമന്റിന്. വീഡിയോ കണ്ടിരുന്നോ? ഹുന്നല്ലേ ഉള്ളൂ, അതാ പറഞ്ഞു ഞാൻ, അത്രേ ഉള്ളൂ. വീഡിയോ കണ്ടിരുന്നോ? ഞാൻ ആരും വിമർശിക്കാറില്ല. ഇല്ല, തൊപ്പിനെ മാത്രമേ ഉള്ളൂ. തൊപ്പി മാത്രമേ തൊപ്പിനെ പറയൂ, തൊപ്പി ഹൈപ്പിൽ ഒരു ചെക്കനാ, ഓനെ വെച്ചിട്ട് റീച്ച് കിട്ടും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, തൊപ്പിനെ വെച്ച് നീ കണ്ടന്റ് ഉണ്ടാക്കുക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ തൊപ്പി എന്ന വ്യക്തി എന്നെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും? ഐ മീൻ ഈ പാട്ടല്ലാതെ. അതിലൊരു മമ്മു എന്ന വ്യക്തിയുണ്ട് ഓൻ്റെ കൂടെയുള്ള, ഓൻ്റെ വാപ്പ എന്നാണ് എന്നെ പറയുന്നുള്ളത്. കാരണം ഓൻ്റെ വാപ്പ കാസർഗോഡ് എന്നാണ് പറഞ്ഞത്. ഓന് ഇങ്ങനെ ഒരു സ്ട്രീമിങ്ങിൻ്റെ സമയത്ത്, ആ സമയത്ത് യൗപ്പ ഇറങ്ങിയ സമയം. അപ്പോൾ പറഞ്ഞു മമ്മൂൻ്റെ വാപ്പ എവിടെയുള്ള ചോദിച്ചു. ചെറുപ്പത്തിൽ ഓടിപ്പോയതാണ് പറഞ്ഞത്. അപ്പോൾ കാസർഗോഡ് ഭാഗത്ത് എന്തോ പോയതാ പറഞ്ഞു. അപ്പോൾ ഓൻ പറഞ്ഞു, അതിൽ പറഞ്ഞത് കാസർഗോഡാണോ? അപ്പോൾ എന്തായാലും ചിലപ്പോൾ സിന്നു കാസർഗോഡ് ആയിക്കോ എൻ്റെ വാപ്പ, മനസ്സിലായോ? കാരണം കാസർഗോഡ് പറയുമ്പോൾ നമുക്ക് സിന്നു കാസർഗോഡ് എന്നേ ഓർമ്മ വരുന്നുള്ളൂ. കാരണം അവൻ അങ്ങനെ ലയിച്ചു. അപ്പോൾ കുറ്റാര പറഞ്ഞേ അല്ലേ, കല്യാണം കഴിക്കാൻ എനിക്കൊരു മോനായി. അത് എന്നെക്കാളെ വലിയ തടിക്ക് പറഞ്ഞൊക്കെയുള്ള ചെക്കനവന്. ഓനെ ആ വാപ്പ വിളിക്കണം എന്നിട്ട് അതിനെ റിയാക്ഷൻ ചെയ്തു. എന്ത് സ്വാഭാവികല്ലേ, എന്നെ ചെയ്തോണ്ട് ഞാൻ ചെയ്തു. എന്നിട്ട് അത് അവര് കണ്ടോ? അത് കണ്ടു. അത് കണ്ടിട്ട് തുടങ്ങി അടുത്ത സ്ട്രീമിങ്ങിൽ ഓൻ എന്നെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഓനെ വെച്ച് പൈസ ഉണ്ടാക്കുക? ഞാൻ എത്ര കണ്ടന്റ് ഇടുന്നുണ്ടല്ലോ. ഓൻ എന്നെ പറഞ്ഞോണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. പക്ഷെ ഓനക്ക് ഫാൻസ് അത് പറഞ്ഞില്ലേ, ഈ ഫാൻസ്, ഞങ്ങൾക്ക് ഫാൻസ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് സാധാരണ കുറച്ച് ചങ്ങായിമാർ നിങ്ങളെ പോലത്തെ ഓക്കെ. ഓനക്ക് അങ്ങനെയല്ല, ചെറിയ മുല കുടിക്കുന്ന കുട്ടികൾ വരെ ഓക്ക് ഫാൻസ് ഉണ്ട്, മനസ്സിലായോ? ഈ തൊപ്പിൻ്റെ വീഡിയോ കാണിച്ചിട്ടല്ലേ ചില ആൾക്കാർ എന്താ പറയുക തിന്നാൻ കൊടുക്കുന്നത്, മനസ്സിലായോ? ഞാൻ കണ്ടതാ, എന്ത് കണ്ടിട്ടാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ സ്നേഹം കൊണ്ടായിരിക്കും. കുഞ്ഞു പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. കാരണം അവൻ്റെ അഭിപ്രായം ഇതൊക്കെ ഇല്ലേ, എന്താ പറയുക, ഇങ്ങനെയൊക്കെ എന്തൊക്കെ ആക്കുന്നുണ്ടായിട്ടില്ല ഒരു ടൈമിൽ. ഫണ്ട് എന്തൊക്കെ ഒരു കോപ്രായം കാണിക്കുന്നുണ്ടായിട്ടില്ലേ? ആ സമയത്ത് കുട്ടികൾ കേൾക്കുന്നത് കാർട്ടൂണാ. കാർട്ടൂൺ കഴിച്ചിട്ടുണ്ടാവും. കുട്ടികൾക്ക് എന്താ അറിയാ, ഈ 2 വയസ്സുള്ള കുട്ടികൾക്ക് എന്താ അറിയാനാ ഇത് കാർട്ടൂണാണോ ഒരു മനുഷ്യനാണോ എന്ന് അറിയത്തില്ലല്ലോ. അത് കാണിക്കുന്ന ഞാൻ കണ്ടതാ. കാരണം അതാ പറഞ്ഞത്, ചെറിയ കുട്ടികൾക്ക് നമുക്ക് ഫാൻസാ. അതാ അവന്റെ കഴിവല്ലേ. എന്തിന്റെ കഴിവാ പറ? എന്താ കൊണ്ടുവന്നത്? ഞാൻ കൊണ്ടുവന്ന യൗപ്പ റാപ്പ് സോങ്. ഓക്കെ, സമ്മതിച്ചു. ഞാൻ ഈ 2 സോങ് മാത്രം ഇറക്കി ആണോ? അല്ല, എത്ര വർഷമായി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഓൻ എന്താ കൊണ്ടുവന്നത്, ഞാൻ എന്താ കൊണ്ടുവന്നേ? അവൻ കൊണ്ടുവന്നത് ഗെയിമിംഗ് ഗെയിമും കളിക്കുന്നതാണ്. ഓക്കെ, അത് കൊണ്ടുവന്നതല്ല, ഓൾറെഡി പ്ലാറ്റ്ഫോം ഉണ്ടതാണ്. അത് എന്താ പറയാ, പവറാണ് അവൻ്റെ. അത് കൊണ്ടുവന്ന വ്യക്തിയല്ല, പരിചയപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ഗെയിമും കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ അവൻ കൊണ്ടുവന്ന അങ്ങനെയല്ല, അവൻ കൊണ്ടുവന്ന് ബാഡിലാണ് വന്നത്. അവന് തെറി വിളിച്ചിട്ടാണ് അത് നോക്കി. പക്ഷെ അവനെ കുറ്റം ഞാൻ പറയൂല, അവൻ്റെ ആ സമയത്തുള്ള പ്രശ്നം. പക്ഷെ അവനക്കത് മനസ്സിലാക്കി, അതുകൊണ്ട് ഇപ്പം നല്ല പോലെ വ്യക്തിയാണ്. ഒരിക്കലും നമുക്ക് ക്യാമറ ഒരാളെ കുറ്റം പറയാൻ പാടില്ല. അതെ അതെ. ഞാൻ അടുത്ത എന്താണെന്നറിയോ കമന്റ്, ട്രോളന്മാർക്കുള്ള അടുത്ത ചാകര. പക്ഷെ കിട്ടിയില്ല, അതാ സങ്കടം. ജാസി വരുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ ജാസിനെ ഇട്ട് നല്ല പൊരിക്കുന്നു വിചാരിച്ചു. പക്ഷെ എന്നെ പൊരിച്ചിക്കില്ല. കാരണം ഞാൻ ഇത് നല്ല പോലെ ചെയ്തല്ലോ, അതുകൊണ്ട് പൊരിച്ചിക്കില്ല. ജാസിനെ കുറച്ച് പൊരിച്ചിക്കണ്. കാരണം മായാമോഹിനി ടച്ച് ഉണ്ടായിരുന്നു നടത്തത്തിൽ ജാസിക്ക്. പിന്നെ ജാസിനെ പിന്നെ എന്തൊക്കെയോ പറയുന്നല്ലേ പാവത്തിന്. മായമോഹിനി ടച്ച് ഉണ്ടായിരുന്നു കുറെ ആൾക്കാർ പറഞ്ഞു. ഇത് ദിലീപിന്റെ ആ സിനിമ ഇല്ലേ മായമോഹിനി, അതില് മൂപ്പര ട്രാൻസ്ഫർ ആയിട്ടല്ല അഭിനയിച്ച്, അത് ടച്ച് കണ്ടെന്ന് കുറെ ആൾക്ക് ഒപ്പിച്ചു. പിന്നെ അതിന്റെ ട്രോളായിരുന്നു അധികം കാണുന്നത്. അടുത്ത കമന്റ്, കാസർകോട്ടേരെ ബല കളയാൻ ഓരോന്ന് വരും. ഞാനെന്ത് വില കളിച്ചേ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേരിൽ കാസർഗോഡ് ഉണ്ട്, പക്ഷെ ഞാൻ കാസർഗോഡ് അല്ല ഇട്ടിട്ടുള്ളത്, കാസർഗോഡ് ഇട്ടിട്ടുള്ളത്. അത് ചിലപ്പോൾ എൻ്റെ വീട്ടു പേരാണെങ്കിലോ
എൻ്റെ നാട്ടെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഈ എന്താ പറയുക, കലാബോധമുള്ള ആൾക്കാർ ഒരിക്കലും വിമർശിക്കാൻ വരില്ല. കല സ്നേഹിക്കുന്ന ആൾക്കാർ. അപ്പോൾ നീ ചില ആൾക്കാർ ചോദിക്കും ഇത് കലയാണോ ചോദിക്കും. ഇതൊരു കലയാണ്, ഇതിനും വേണം. ഇത് ഞാൻ മാത്രമല്ല ഇറക്കിയിട്ടുള്ളൂ, വേറെ ആരിറക്കിയോ? ഇല്ലില്ല. അപ്പോൾ എൻ്റെ ഒരു കഴിവല്ലേ. അതെ അതെ, അതിനെ എന്താ പറയുക, പ്രശംസിച്ചില്ലെങ്കിലും അംഗീകരിക്കണം. ഇത് വിമർശിക്കാൻ പാടില്ല. അത് നമുക്ക് നാട്ടുകാരോട് പറയാം. നാട്ടുകാർ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കേട്ടോ. എൻ്റെ നാട്ടുകാരെ കുറ്റം പറഞ്ഞാൽ നാട്ടിൽ നിൽക്കാൻ പറ്റൂല. വീട്ടിലൊക്കെ അല്ലല്ല, വീട്ടിലൊക്കെ പോകാനുള്ളതാണ്. ഇനി എന്താ ഫ്യൂച്ചർ പരിപാടി? അടുത്തയാ 33 ഉണ്ട്. അല്ല, അത് 6 മന്തില് ഒരു പാർട്ട് വർക്കും ഞാൻ. വെബ് സീരീസ് ആണല്ലോ അല്ലേ, സാധനം മറന്നുപോയി. അത് ഇടയ്ക്കിടയ്ക്ക് നല്ല സോങ്, എനിക്ക് നല്ല സോങ് മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പൊ കല്യാണമൊക്കെ കഴിക്കാൻ പോകണം, കല്യാണം കഴിച്ചിട്ടോ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഒക്കെ ചെയ്യണം എന്ന് ആൾക്കാർ പറഞ്ഞ് വീട്ടില് പുറത്താക്കില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ അവരൊക്കെ ഇത് കുറച്ച് വേറെ തന്നെയാ. ഈ കോപ്രയൊന്നും അത്ര ഇഷ്ടമല്ല, മനസ്സിലായോ? എന്താ പറയാ, ഈ ഓർത്തഡോക്സ് ഫാമിലിയോ, നമ്മളെ ഫാമിലി അങ്ങനെയാ. പക്ഷെ സ്വയം ഇങ്ങനെ കാണിച്ചു കൂട്ടിട്ട് നാണക്കേടാന്നുള്ളത് ഇല്ലല്ലോ. ഞാൻ ഒരു കാര്യം, ഞാൻ എന്ത് കോപ്രയില് കാണിക്കുന്നത്? നാട്ടുകാർ പറയുന്നേ ഞാൻ പറയുന്നത്. നമ്മൾ ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങുന്നല്ലേ അല്ലേ? അതെ, ഇത് പുറത്തുനിന്ന് എടുത്തിട്ട് കിട്ടുന്ന കളിയൊന്നൊന്നുമല്ലല്ലോ. എത്ര വില ഉണ്ടാവും ഇതിനൊക്കെ? ഉണ്ടാവൂലേ? അപ്പൊ ചിന്തിച്ച് നോക്കി, നമ്മൾ വില ഉള്ള പൈസ കൊടുത്തിട്ടല്ലേ വാങ്ങുന്നേ, അത് കഷ്ടപ്പെട്ടിട്ടല്ലേ പൈസ ആവുള്ളൂ, കട്ടെടുത്തിട്ടാണോ? അല്ല. അപ്പൊ ഇതൊന്നും എന്താ പറഞ്ഞു മനസ്സിലാക്കാത്ത നെഗറ്റീവ് പറയുന്നത്? ഞാൻ പറഞ്ഞേ, കിളി പോയോട് സംസാരിച്ച കാര്യമില്ല. അസ്സലാമു അലൈക്കും വലൈക്കും സലാം, അത്രേ ഉള്ളൂ. നമ്മൾ വിമർശിക്കാൻ പോയാലുണ്ടല്ലോ പിന്നെ ഫൈറ്റ് ആയിക്കൊണ്ടുണ്ടാവും. കേട്ടിരിക്കുക, അവർക്ക് പറയണ അവർ പറഞ്ഞു കൊടുക്കട്ടെ. ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആരായിരുന്നു? ഫാമിലിയിലോ? ആരുമില്ല എന്ന് പറയോ? ആരുമില്ല. ഇല്ല. അതെന്താ? അതങ്ങനെയാ. എനിക്കിത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, ഫാമിലി സപ്പോർട്ട് ചെയ്യണം. ഒരാളുമില്ല. പക്ഷേ ഞാനിപ്പോൾ എന്താ പറയുക, എന്തെങ്കിലും ആട്ടെ, ആരും സപ്പോർട്ടില്ല. എൻ്റെ ബ്രദർ വരെ സപ്പോർട്ടില്ല, അറിയ പോലും ഇല്ല. കാരണം അവനക്ക് വരെ താല്പര്യം ഉണ്ടാവില്ല. ഏട്ടനല്ലേ ഞാൻ എന്തൊക്കെ കോപ്പറേ കളിക്കുന്നത്, കാരണം അവൻ കോളേജിലേക്ക് പഠിക്കുന്നതാണ്. അവർ ഷെയർ ചെയ്ത് കൊടുക്കും, നിൻ്റെ ഏട്ടനെന്നാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷെ ഞാൻ പക്ക ബിസിനസ്സാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ അവർക്കത് കോപ്പറായിട്ട് തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കാര്യം വിട്ടേക്ക്, ഞാൻ നിങ്ങൾ തമ്മിൽ എന്ത് വരുന്നൊന്നുമില്ലല്ലോ. പക്ഷെ വിഷമമുണ്ട്, ഞാൻ പുറത്ത് കാണിക്കില്ല, ഞാൻ കാര്യമില്ല, മനസ്സിലായോ? അവനോടൊപ്പം സംസാരിക്കാറൊക്കെ ഉണ്ടോ? കുറവാ. ഞാൻ ആ ഒരു സ്റ്റാൻഡിൽ പോകുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഓനെ ഡിസ്റ്റർബ് ചെയ്യാനും പോകില്ല. ഓൻ്റെ കാര്യത്തിൽ പോകുമ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ. ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഫ്രണ്ട്സ് ആയിരുന്നോ? ബ്രദർ ആകുമ്പോൾ പിന്നെ എപ്പോഴും സംസാരക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, പിന്നെ അത്ര മിങ്കിളാവൂല. പിന്നെ അവൻ്റെ രീതി വേറെ തന്നെയാണ്. ഉമ്മ എന്താ പറയുന്നത്? അപ്പോൾ ഉമ്മച്ചി എന്ത് പറയാനാ, സ്വന്തം മോനായിപ്പോയില്ലേ, ഒന്നും പറയാനില്ല. ഇല്ല, ഉമ്മച്ചിക്ക് അങ്ങനെ സോഷ്യൽ മീഡിയ ടച്ച് ഇല്ല, പഴയ ആൾക്കാരാണ്. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ ആരെങ്കിലും വന്ന് കാണിച്ചു കൊടുക്കും, ചില കുത്തും. ഈ എന്താ പറയാ, ബാക്ക് നിന്നിട്ട് പറയുന്നില്ലേ, ഉമ്മച്ചിക്ക് അങ്ങനെ തേടി പിടിച്ച് കണ്ടുപിടിക്കാൻ അറിയില്ല. നമ്മൾ ഇട്ട് കൊടുത്താലേ അറിയത്തുള്ളൂ. അപ്പോൾ ആരെങ്കിലും പറയുമ്പോൾ ചെറിയ വിഷമം വരും. പാവാണ് ആള്, അപ്പോൾ അറിയൂല. പിന്നെ എന്നെ പറയൂല, കര തീർക്കും. ചോദിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കാര്യം അങ്ങനെ സീനായിട്ട് വന്ന് ചോദിച്ചിട്ടുണ്ടോ? ബാപ്പച്ചി ചോദിച്ചോ? എന്താ ചോദിച്ചത്? ഈ കോപ്പറയൊക്കെ നിർത്തിക്കൂടെ, എന്തിനാ ആട്ടാരോട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് ചോദിക്കും. അപ്പം എന്താ പറയാറ്? ഒന്നും പറയാറില്ല. ഇപ്പം വിട്ടു, മുമ്പേ പറയുന്നുണ്ടേതാ, ഇപ്പം വിട്ടു, ഇതൊന്നും പറയാറില്ല. പ്രായമായില്ലേ, വയസ്സായില്ലേ, ഇപ്പോൾ നരച്ച മുടിയൊക്കെ നരച്ച കാണുന്നില്ലേ. എന്ത് വന്നാലും ആര് പറഞ്ഞാലും നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. നിർത്താൻ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ല, റാപ്പ് സോങ് ഇറക്കല്. അങ്ങനെ റാപ്പ് സോങ്ങോ? എനിക്ക് റാപ്പ് സോങ് ആയിട്ട് തോന്നത്തൊന്നുമില്ല. പിന്നെ റാപ്പ് പേരിട്ടിട്ടേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതാണോ റാപ്പ്? അത് ശരി. അപ്പൊ നല്ല ധാരണ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ആരാ റാപ്പ് ഇറക്കുന്നല്ലേ? റാപ്പായിട്ട് വന്നിട്ടൊന്നുമില്ല. ഒരു റോക്ക് സോങ്, ഒരു പോപ്പ് സോങ് എന്ന് ഉദ്ദേശിക്കുന്നതാണ്. റാപ്പ് വരുമ്പോൾ എനിക്ക് തോന്നിയില്ല, ആ രീതിയിൽ വന്നിക്കില്ല. ഇതിലെ ലൈൻസ് ഒക്കെ എവിടുന്നാ കിട്ടുന്നത്, ലിറിക്സ്? അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നല്ലേ. അല്ല, ഏതൊരു ടൈമിലാണ് അതൊക്കെ കിട്ടുന്നത്? അതേ അവിടുത്തെ ഫസ്റ്റ് പാട്ടിൽ വെച്ചാൽ കാസർഗോഡത്തെ ഭാഷത്തെ ഇറക്കിയതാണ്. അത് അവിടുത്തെ എല്ലാം ഫേമസ് ആയ വേർഡാണ്. അതിന് വെളുക്കുന്ന ക്രീമില്ലേ, ഒന്നത്. പിന്നെ പള്ളിക്കറി നെയ്ച്ചോറും, അത് അവിടെ നിന്നാണ്. ഈ പള്ളിയിൽ നമ്മൾ ഈ നേർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ കൊടുക്കുന്നില്ലേ, ബീഫ് കറിയാണ്, അതിന് പള്ളിക്കറി എന്ന് പറയും. അതൊക്കെ വെച്ച്, പിന്നെ മോഡൽ ഡ്രസ്സ്, പിന്നെ കാസർഗോഡ് ഭാഷ, അതൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ സോങ്ങാണ് യൗപ്പാവാണ്. അതുകൊണ്ടാണ് അത്ര ട്രോൾ വന്നത്. ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്ത് പറയുന്നതെന്ന്. അതിലാ മനസ്സിലാവാത്ത വേർഡ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? വേറെ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ? അതിലാ
ശരിക്കും തലയിലൊന്നും കയറുന്നില്ല, മറന്നുപോയി സെക്കൻഡ് വന്നോണ്ട്. സെക്കൻഡിൽ അങ്ങനെ എന്താ സെക്കൻഡിൽ ഇതാണ് എന്താ പറയാ, വിപ്ലവമാണ്. സെക്കൻഡിൽ വിപ്ലവം, അത് മലപ്പുറത്തെ പയ്യനെ എഴുതി തന്നതാ. അതിലിപ്പോ എന്താ പറയാ, സ്വന്തമായിട്ട് എഴുതിയതല്ലേ? അല്ല അത് എഴുതിയ ഞാനല്ല, ട്യൂൺ എൻ്റെ ആണ്. എഴുതിയത് അത് സാദിഖ് പെരും എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയാണ്, മലപ്പുറക്കാരനാണ്. അത് വിപ്ലവമാണ്. അതിന് കേരളത്തിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതിന് ഇതിനിടയ്ക്ക് ഒരു 5 ആളെ കൊന്ന ഒരു വ്യക്തിയില്ലേ, അഫാൻ എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ കാര്യമൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ നിങ്ങളെ പോലത്തെ പൊമ്പിളേറി മേക്കപ്പ് ഇട്ട് പോകുന്ന ഐഫോൺ അല്ലാണ്ട് പിടിക്കുന്നില്ല, അതൊക്കെയാണ് അത് ഈ രണ്ടാമത്തിൽ പറഞ്ഞിട്ടുള്ളത്. കോപ്രായൊന്നും ഇല്ല. ഇനി അപ്പൊ മൂന്നാമത്തെ ചെയ്യുമ്പോൾ ലിറിക്സ് സ്വന്തമായിട്ട് എഴുതണം. അതും കാസർഗോഡ് ഭാഷ തന്നെ കൊണ്ടുവരണം, എന്നാലേ ആൾക്കാർക്ക് ഒരു പിടുത്തം കിട്ടുന്നുള്ളൂ. ഈ കാസർഗോഡ് ഭാഷ യൂസ് ചെയ്യുന്നോണ്ടാണ് ഫേമസ് ആയി പോകുന്നതെന്ന് തോന്നുന്നുണ്ടോ, അതോ അത് നെഗറ്റീവ് ആയിട്ടാണോ തോന്നുന്നത്? നെഗറ്റീവ് പുറത്തുള്ള ആൾക്ക് തോന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ സ്വന്തം ഭാഷ ഞങ്ങൾ സംസാരിക്കുന്നുള്ളേ, അത് പാട്ടായിട്ട് വരുമ്പോൾ ഒരു ഏറ്റെടുക്കാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പറ്റാത്തത്. കാരണം ഞങ്ങളുടെ ഭാഷയാണ് ഞങ്ങൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ 7 ഭാഷയുണ്ട്, ഒരു ഭാഷയല്ല, 7 ഭാഷയുണ്ട്. ആ 7 ഭാഷയിൽ ഞങ്ങൾ സംസാരിക്കുന്ന ഒരു മലയാളം തന്നെയാണ്, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മലയാളം തന്നെയാണ്. പക്ഷെ ചില വേർഡ് സ്പീഡാണ് അവിടെ, അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പാട്ടിലും അങ്ങനെ തന്നെ വരുന്നുള്ളൂ, പക്ഷെ രസം ഉണ്ടാവില്ല കേൾക്കാൻ ചില ആൾക്കാർ, അതാണ് പ്രശ്നം. കാസർഗോഡ് ആയതുകൊണ്ട് മാത്രം കേൾക്കേണ്ടി വന്ന എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് ഉണ്ടോ? എൻ്റെ പേരിൽ കാസർഗോഡ് വന്നോണ്ട് അല്ല, അവിടെ ആയതുകൊണ്ട് സ്ലാങ്ങിന്റെ പേരിലോ? എനിക്ക് അങ്ങനെ തോന്നിട്ടൊന്നുമില്ല. ഇല്ല, എല്ലാവർക്കും ഇപ്പം എൻ്റെ നാട് എനിക്ക് സ്വന്തം നാടാണ്, അതുപോലെ നിൻ്റെ നാട് അതുപോലെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നാട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ആസ് എ പേഴ്സൺ ഞാനാണ് വർക്ക്, നാട്ടിൽ മൊത്തം കൂടി ചേർക്കുന്ന വർക്കല്ല ഇത്, ഞാൻ ഇറക്കുന്ന വർക്കാണ്. അപ്പം എന്നെ മാത്രം പറയണം, നാട്ടിനെ പറയാൻ പാടില്ല, ഒരിക്കലും നാട്ടിനും പറയാൻ പാടില്ല. ആരോടാ? ക്യാമറയോടാണോ? അല്ല, ആൾക്കാർ ജനങ്ങളോട് പറഞ്ഞതാ. ഞാൻ ഇറക്കിയ വർക്കാണെങ്കിൽ എന്നെ മാത്രം പറയാം, കാരണം ഞാൻ തന്നെ പ്രൊഡ്യൂസർ, ഞാൻ തന്നെ ഡയറക്ഷൻ, ഞാൻ തന്നെ മ്യൂസിക്. പണ്ട് പറയല്ലേ ചെറിയ സന്തോഷം പാണ്ടിട്ട്, ശരിയാണ്. അപ്പൊ എന്നെ മാത്രം പറയാം. മറ്റേ ഒപ്പാന്നും കൂടെ പറഞ്ഞേക്ക്, അതിന്റെ കൂടെ ഒരു പഞ്ചിന് അത് ഇനി വരൂല, കുറച്ച് നശിപ്പിച്ച്.